ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് പെരുന്നാളിൻ്റെ തലേന്നും പെരുന്നാളിൻ്റെ അന്നും കൂടെ എടുത്ത ഒരു കുഞ്ഞു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പെരുന്നാളിൻ്റെ അന്നും തലേന്നൊക്കെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ കരുതിയെങ്കിലും പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ചെറിയൊരു പിണക്കം കാരണം മുടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തലേന്നാണ് ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. ഉമ്മാൻ്റെ മാക്സി അടിക്കുന്നതാണ്. പെരുന്നാളിനുള്ള മെഹന്തിയൊക്കെ വരക്കുന്ന കൂട്ടത്തിൽ മാക്സിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മാക്സി തുമ്പത്തുകൂടെ അടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ വിടുത്തിയിട്ട് വീണ്ടും ഒരടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാക്സിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കോണൊന്നും ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. സാധാരണ മെഹന്തി കോൺ വെച്ചിട്ടൊക്കെ ആദ്യം ടാപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യുമെങ്കിലും ഇപ്പോൾ തൊട്ടിട്ട് ഇതുപോലെ ഷീറ്റിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒഴിച്ച ശേഷമാണ് ഡിസൈൻസൊക്കെ വരച്ചെടുക്കാറ്. അപ്പോൾ സിമ്പിളായി തന്നെ ഡിസൈനൊക്കെ വരച്ചെടുക്കാൻ പറ്റും. കുറേ വർഷങ്ങളായിട്ട് കല്യാണമായാലും പെരുന്നാളായാലൊക്കെ കസിൻസ് കുഞ്ഞു മക്കളൊക്കെ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ അവർ വരുമ്പോഴേക്ക് മഗ്‌രിബിന് മുന്നായിട്ട് തന്നെ മെഹന്തിയൊക്കെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ നെയിൽക്കോണും ഇതുപോലെ റോളിലാക്കിയിട്ടാണ് ഇപ്പോൾ തൊട്ടിട്ട് ഇടാറ്. അപ്പോൾ അതിൻ്റെ പരിപാടിയും കഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാത്തിരുന്നിട്ട് ഇത്തവണ 9-9:30 വരെയൊക്കെ വെയിറ്റ് ചെയ്തെങ്കിലും കൂടെ കസിൻസാരും ഇത്തവണ വന്നിട്ടുണ്ടായിരുന്നില്ല മെഹന്തി ഇടാൻ വേണ്ടിയിട്ട്. വീട്ടിലുള്ളവരാലും എല്ലാ പെരുന്നാളിലും അങ്ങനെ മെഹന്തി ഇടുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഇത്തവണ ഞാനും മെഹന്തി ഒന്നും വരക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെരുന്നാളിൻ്റെ അന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അടുത്തൊരു വർക്ക് ചെയ്തെടുക്കാമെന്ന് കരുതിയിട്ട് പെരുന്നാളിൻ്റെ തലേന്ന് പിന്നെ ഡിസൈൻസ് ഒന്നും വരച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മെഹന്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ചക്ക പൊരിച്ചതും ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആരും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ എൻ്റെ നഖത്തിലൊക്കെ നെയിൽ കോണിട്ട് മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കാലിലായിട്ടൊരു കുഞ്ഞു ഡിസൈൻ കൂടെ ഇട്ട്. പിന്നെ പെരുന്നാളിൻ്റെ അന്നാണ് കയ്യിൽ ഒരു ഫുൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. ഈ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി വൈകിയിട്ടുണ്ട്. ഇടിയും മഴയൊക്കെ കാരണം വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ ചായയൊക്കെ കുടിച്ചു. സാധാരണ എല്ലാ പെരുന്നാൾക്കും പുട്ടൊക്കെയാണ് ഉണ്ടാവാറ്. ഇത്തവണ നൂൽപുട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ കൂടി കൂട്ടിയിട്ട് ചായ കുടിച്ച് പിന്നീട് അങ്ങോട്ട് ഉള്ളിയും വെജിറ്റബിൾസൊക്കെ അരിയാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും അതുപോലെ തന്നെ സലാഡും കച്ചമ്പറും ചിക്കൻ ചില്ലി പോലെ ആക്കിയതൊക്കെ ആയിരുന്നു ഉച്ചക്കത്തിലേക്കുള്ള ഫുഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടിരുന്നു. കട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യം തന്നെ സലാഡ് ഉണ്ടാക്കി വെച്ച് പിന്നീട് കച്ചമ്പർ ഉണ്ടാക്കി വെച്ച് അതൊക്കെ വരെ സംഭവം സെറ്റായിരുന്നു. വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എടുത്ത് പിന്നീട് ചിക്കൻ്റെ പരിപാടിയിലോട്ട് എത്തുമ്പോഴേക്ക് വീട്ടുകാരായിട്ട് ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ട് ഒന്ന് മാറി നിന്നു. അപ്പോൾ പിന്നെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിലും കൂടെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.